മാഷി മാഷി എന്താ? വല്യമ്മ തരാൻ പറഞ്ഞതാ. എന്താണ്? ഇടിച്ചക്ക. ഇടിച്ചക്ക എന്താണ് ഒരു ഇളക്കം? നിന്റെ കളിയൊക്കെ നിർത്തും. 10 പിള്ളേരെ വരച്ചവരെ നിർത്തണ മാഷ നിന്നെ കെട്ടാൻ പോണേ. നിന്നെയൊക്കെ വരച്ചവരെയും നിർത്തിയില്ലെങ്കിലും അടക്കിയിരുത്താൻ എനിക്കറിയാം. എഴുത്. വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമിട്ട് എഴുതിയ ആളാണ് ബഷീർ. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് പോണു. അത് ആടല്ലേ സാറേ, പ്രിൻസിപ്പളാ. സാറേ, പ്രിൻസിപ്പൽ സാറേ, അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞു. ഹലോ സാറേ, എന്താ കളം ചവിട്ടി കളിക്കാണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നലെ സാർ എന്ത് പണിയാ കാണിച്ചേ? 2 മണിക്കൂറാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. വേണു എന്തിനാ എന്നെ കാത്തുന്നത്? എന്റെ സാറെ, ഹോട്ടലിലെ പറ്റി തീർക്കണം, പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം. ശമ്പളം ഇന്നലെ തരാന്ന് വാക്ക് പറഞ്ഞില്ലേ മാഷ്? അതെ, ഇല്ലിക്കുന്ന് വരെ ഒന്ന് പോയി വേണം. ഇല്ലിക്കുന്നത്തും ആലമ്പാടത്തും നമ്മുടെ പാർട്ടി ഒന്നുകൂടി സ്ട്രോങ് ആവണം. നമ്മുടെ പാർട്ടിയോ മാഷെ? ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ പാരല കോളേജ്. ഈ കാശ് വെക്കുമ്പോഴുള്ള തപ്പിത്തടകളുണ്ടല്ലോ, അത് ഞാൻ തരാവുന്നേ. കാശെടുക്ക്. അയ്യേ, എന്താ ഇരിക്കൽ പടക്കോ? ബീഡി ബാക്കി ഒളിപ്പിച്ചു. എന്റെ മാഷെ, ഇത് വെറും പഞ്ഞത്തരാണ്. ക്ലാസ്സിലേക്കല്ലേ മാഷെ? ഇത് വഞ്ചനയാണ്, ചൂഷണമാണ്. വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്രേ. ഒരു കാര്യം ഞാൻ പറഞ്ഞ, കാശ് തന്നില്ലെങ്കിൽ കണ്ടല്ലോ, ഈ താടി മുഴുവൻ അടിച്ച് കഷണ്ടി തലയിൽ വെക്കും. ഹലോ ഹലോ, പോയേ പറഞ്ഞ സമയത്ത് ഇറങ്ങണം. എനിക്ക് ഈ വാച്ച്മാന്റെ വൃത്തിയുടെ മോങ്ങാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ലാബിലെ പണിയെന്നാ വിചാരിച്ചത്? ബാക്ടീരിയകള് നമ്മൾ പറയുന്ന കേക്കില്ലല്ലോ. ബാക്ടീരിയക്കാളും കഷ്ടമാണ് അവിടുത്തെ പിള്ളേര്, അതിനേക്കാളും കഷ്ടമാണ് അവിടുത്തെ പ്രിൻസിപ്പാള്. ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും, രാഷ്ട്രീയം പറഞ്ഞു. പണം വല്ലത് ആവശ്യമുണ്ടോ വേണോട്ടാ? കൊറേ ഉണ്ടോ കയ്യില്? കൊറേയൊന്നുമില്ല, തൽക്കാലത്തേക്ക് വേണോട്ടിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് സൂക്ഷിച്ചു വെച്ചോ, ആവശ്യം ഉണ്ടാവും ഭാവിയില്. കോളേജിൽ എങ്ങനെയെങ്കിലും കയറി കിട്ടണം. എന്നിട്ട് ഞാനും ഗൗരവടുത്തി അച്ഛനെ കൂടി നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരും. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെന്താ? അതല്ല, ഇതൊരു സ്പെഷ്യൽ ലൊക്കേഷൻ. വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക്, ഒതുക്കത്തിലൊരു കല്യാണം. എന്താ? ഒക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ വേണോട്ടാ. അതെ, ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ. അതിനിടയിൽ ഗൗരിയടുത്തേക്കും കൂടി ഒരാൾ ഒത്തു വന്നാ വരും. വേണോ? ആ, ഇന്നത്തെ അംഗം തീർന്ന വേണോ പോലെ? സാർ, വീട്ടിലേക്കല്ലേ? അതെ. കാറി കയറൂ, കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നോളാം. കാർ ഒന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ പോണ വഴിക്ക് കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട്. കേറൂന്ന് ഒരാളെ പരിചയപ്പെടാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ പരിചയക്കാര് കുറച്ചധികം എനിക്ക്. പോട്ടെ. അല്ല നിൽക്കൂ, ഒരു നിമിഷം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. മലയാളമാണോ പഠിപ്പിക്കുന്നത്? അതെ. മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ? എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പില്ലായിരുന്നു. ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് എവിടെ സാർ ചരിത്രം? ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നൊക്കെയോ? എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇങ്ങനെ ആള് പറഞ്ഞു കേൾക്കണം ആദ്യമായിട്ടാ. ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളം ആകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം. അത് മനോരാജ്യമാണ്. മനോരാജ്യത്തിൽ എന്തിനാ സാർ അർത്ഥരാജ്യം? ഈ പാരലൽ കോളേജിലൊക്കെ ശമ്പളമൊക്കെ ശരിക്കും കിട്ടുമോ? ഇല്ല, കുറെ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും. പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിയല്ലോ. തൽക്കാലം സിഗരറ്റിന് മറ്റുള്ള കാശ് ഇവിടെ നിന്ന് കിട്ടും അല്ലേ? പുകവലി തുടങ്ങിയിട്ടില്ല ഞാൻ. തുടങ്ങുവോ? എന്ന് വെച്ചാ ഒരു കാര്യത്തിലും ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല. പോട്ടെ പോട്ടെ സാറേ. സാർ ആരാന്ന് മനസ്സിലായോ? പിന്നെ നന്ദോപാല സാറ്. സാറിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട്. ബൈ. വെള്ളം വെള്ളം എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2-ാം മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ.
പൊട്ടി ടയറേ ഇപ്പതേ നേരെ ഇത്രയായി. മാഷയുടെ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി എവിടെ? ഒക്കത്ത്. അയ്യോ 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് തന്നെ ഇല്ല. അതെ അതെ, ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്. PG വുഡ് ഹൗസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോയിട്ട് ചമ്മുന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദർ ഇൻ ലോ കക്ഷി ഞാൻ കണ്ടല്ലേ, അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവികൾ പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം നീ കഴിഞ്ഞായിരിക്കും. പോടാ. ദേ നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്ക്. ഗൗരി എടുത്തിയേ. ഏ? അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കിട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എഞ്ചിങ്ങൾ കൊണ്ടുവരാൻ. ഓ സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ ദേ നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുക്ക്. പോ. അല്ല ഇലയുടെ എല്ലാവർക്കും തികയോ? രാത്രിയിലത്തെ കുറഞ്ഞ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ അടാ, എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. ഓ ഈ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുവിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു. എടോ ഞാൻ ആരാണ് കാര്യമല്ലോ ചോദിച്ചേ. പിന്നെ സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റിയാ ചോദിച്ചേ. അത് എന്നെ ഞാൻ പറയണേ. കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കയറാൻ ഒരാളെ നോക്കണു. കിട്ടണ്ടേ? ഒരു നാളികേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അട ഒന്നും കൂടി കെങ്കമാക്കായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല. സ്വാപഹാരകാലം 3 കൊല്ലവും ചില്ലറയും നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടക്കണം എന്നാ ജാതകത്തില്. രാധേ ആ ചായ ഇങ്ങോട്ട് എടുത്തോളൂ. വട ഇനിയും വേണം. വേണ്ട കൊടുക്കണ്ട, ഗ്യാസാ. അയ്യോ ഗ്യാസോ? അല്ലേ അല്ല, ഒരു 3-4 കൂടി പോരട്ടെ. ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് വെറും തോന്നല. അതായത് മായ. വ്യക്തമായിട്ട് പറഞ്ഞാൽ മിഥ്യ. ഇംഗ്ലീഷിൽ മിർ മിർ അയ്യോ. അതെ അതെ, ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ. ശരിക്കും മായ തന്നെയാ. പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ലതായിരുന്നു. ഞാൻ ഗ്യാസിന്റെ കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നേ. അയ്യോ അല്ലേ അല്ല, നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു. നമ്മുടെ വേണുവിന്റെ കാര്യം. നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങോട്ട്, മാഷയുടെ മോള് ഇവിടുന്ന് അങ്ങോട്ട്. പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ. അവനോടൊന്നും ചോദിക്കണ്ടേ? ആ കുട്ടി എന്തായാലും വേണുഗോപാൽ ഇഷ്ടപ്പെടാണ്ട് വരില്ല. പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ. അങ്ങനെ പറഞ്ഞു അയാള്. വേണുവിന്റെ കാര്യം ആദ്യം നന്ദഗോപാലൻ പറഞ്ഞത്. ഗൗരി, നിന്റെ അഭിപ്രായം എന്താ? ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാണ്ടിരിക്കില്ല. അല്ലേ രാധേ? ആസ്വദിച്ച് കഴിച്ചോ. ചേച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതിന്റെ സ്വാദ് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ. ഗൗരി എടുത്തി ഗൾഫിൽ പോവാ? ഗൗരി എടുത്തി പോകും. ഓ കല്യാണം. ഏറ്റവും പോക്ക് ഇന്ന് എന്തൊരു ഉത്സാഹം അല്ലടാ വേണു. 2-3 ദിവസമായി. അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള ഉത്സാഹമാ. പോടാ, ഒരു കളിതമാശ. ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സ് വെച്ചാ കല്യാണം വേഗം അങ്ങോട്ട് നടത്താം. ഗൗരി എടുത്തിട്ട് കല്യാണക്കാരിയല്ലേ, ഞാൻ എന്തിനും റെഡി. പണ്ടാടങ്ങൻ എന്ന് മുതൽ അവളെ കെട്ടിയെടുത്തു അന്ന് മുതലേക്ക് പണിയില്ല, ചെണ്ടയില്ല, മിണ്ടിപ്പോലും കൊല്ലുന്നില്ല. ഞാൻ കാണിച്ചേടാ അസത്തെ. അവളുടെ തന്തയും കണക്കാ തള്ളയും കണക്കാ. തന്തയ്ക്ക് പറഞ്ഞാ നീ എനിക്ക് അറിയോ? തന്ത അതെ, തന്ത നിന്റെ തന്ത ചെണ്ട കുറ്റി. ആ, ഉയ്യോ. ഇതെന്റെ മോന്റെ അയ്യോ എന്നെ കൊണ്ടേ ഇവരെല്ലാവരും. വീട്ടി വെള്ളം തിളയ്ക്കുമ്പോ പാത്രം പൊള്ളൂന്നറിയാത്ത വീട്ടി. ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോണത്? എന്താ കൈ പൊള്ളിയതാ. ഇങ്ങടുത്താ, ഞാൻ ഉണ്ടാക്കാം. നീ ഉമ്മർത്ത് പോയിരിക്കെ. നന്ദേട്ട ഒറ്റയ്ക്ക് അവിടെ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അതെനിക്കറിയില്ലേ. ആ ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് ഇത് ശീലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക, ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം, രാത്രിയിൽ എന്റെ 2ാം ഊഴം. ചമ്മന്തി, കഞ്ഞി, ചുട്ട പപ്പടം. എന്തിനു പറയണ്, ഇവരടുത്തേക്ക് അറിയോ? ഞങ്ങളുടെ വയറിനൊക്കെ ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഒരു സിംഗിൾ ഓംലേറ്റ് കഴിച്ച ഡബിൾ ആയിട്ട് പോവും. എന്ത് സുഖ.